എല്ലാവർക്കും നമസ്കാരം. ഏതൊരു മലയാളിയുടെയും അഭിമാനമാണ് KSRTC. ഏതൊരു മലയാളിയുടെയും കുടുംബ സ്വത്താണ് KSRTC. ഏതൊരു മലയാളിക്കും ഏത് സമയത്തും കയറി ചെല്ലാൻ പറ്റിയ ഒരു സഞ്ചരിക്കുന്ന തറവാടാണ് KSRTC. തുടക്കം ഇന്ത്യയിലെ ആദിമ ഗതാഗത സ്ഥാപനത്തിൽ ഒന്നാണ് ഈ വെഹിക്കിൾ, ഈ ട്രാൻസ്പോർട്ട് കമ്പനി. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടായി രൂപീകരിച്ചു 1938. പിന്നീട് 1965 കേരളം രൂപം കൊണ്ട സമയത്ത് വീണ്ടും അത് KSRTC എന്ന പേര് സ്വീകരിച്ചു. അതാണ് ഇപ്പോഴത്തെ KSRTC. അന്നും ഇന്നും ആനയുടെ ചിഹ്നം ശക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായി ജനങ്ങൾ കരുതി. മാത്രമല്ല തീർച്ചയായിട്ടും ആനവണ്ടി എന്ന് ആണ് പൊതുവെ അതിനെ വിളിക്കുന്നത്. അതിൻ്റെ സാംസ്കാരിക ചിഹ്നം ആന തന്നെയാണ്. സാംസ്കാരിക ചിഹ്നം എന്ന് വെച്ചാൽ സാംസ്കാരികമായും സിനിമകളിലും കവിതകളിലും കച്ചവട കടകളിലും ഇത് ഇടം പിടിച്ചു കഴിഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്, സിനിമ കാണുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും ഓർഡിനറി എന്നൊരു സിനിമ കാണാൻ പോയി. ഞങ്ങളൊരു ലൈറ്റായിട്ട് ഒരു മൂവി കാണാം എന്ന് വെച്ച് പോയതായിരുന്നു. ആ സിനിമ വളരെ ഭംഗിയുള്ള ഒരു സട്ടിൽ മൂവിയായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും പറയാൻ വെച്ചാൽ KSRTCയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെ തോന്നി. ബിജു മേനോന്റെ കൂടെയും അനു ഓഗസ്റ്റിന്റെ കൂടെയും ബോബൻ കുഞ്ചാക്കോന്റെ കൂടെയും ആസിഫ് അലിന്റെ കൂടെ ആ സിനിമ പ്ലോട്ട് റിസോൾവ് ചെയ്തത് ഒരു KSRTC ബസ്സിന്റെ ഇതാണ്. അതുകൊണ്ട് ആ ബസ് ഓർഡിനറി എന്ന ആ സിനിമ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. അത് KSRTCയുടെ ഒരു തനി ഫീലിംഗ് അതിൽ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റും. KSRTC നന്നായി പ്രൊഫൈൽ ചെയ്ത് വെച്ച് അതിൻ്റെ കസ്റ്റമർ നീഡ് അനുസരിച്ചിട്ട് അതിൻ്റെ ഓർഡിനറി എന്ന അതിൻ്റെ സിനിമയുടെ പേര് തന്നെ ഓർഡിനറിയാണ്. അപ്പോൾ ഈ KSRTC എന്ന വെഹിക്കിൾക്ക് ഓർഡിനറി സർവീസ് ഉണ്ട്. അത് തിരുവനന്തപുരത്ത് വളരെ പക്കയായിട്ട് വളരെ ഭംഗിയായിട്ട് നല്ല പെർഫെക്റ്റ് സർവീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്കത് വേണാട് എന്ന് പറഞ്ഞ സർവീസ് ഉണ്ട്, അനന്തപുരി എന്ന് പറഞ്ഞ സർവീസ് ഉണ്ട്, രാജധാനി എന്ന് പറഞ്ഞ സർവീസ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ പ്രൊഫൈലിംഗ് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫാസ്റ്റ് പാസഞ്ചർ, ഒരു 50 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ എപ്പോഴും ഫാസ്റ്റ് പാസഞ്ചർ ഓപ്റ്റ് ചെയ്യുക അല്ലേ. പിന്നെ സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് വളരെ സ്പീഡും സേഫ് ആയിട്ട് എത്താൻ പറ്റിയ ഒരു വെഹിക്കിളാണ്. പിന്നെ സൂപ്പർ ഡീലക്സ് എന്ന് പറഞ്ഞ ഒരു ലക്ഷറി ടച്ച് ഉണ്ട് ആ സ്പീഡിൽ. പിന്നെ മിന്നൽ, ഗരുഡ, പിന്നെ അത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് KSRTC. അത് നന്നായി മാർക്കറ്റ് ചെയ്ത് പ്രൊഫൈൽ ചെയ്ത് വെച്ചിട്ട്. പിന്നെ ഏറ്റവും ഭംഗിയായത് പഠിത്തം ടൂറിസ്റ്റ് ട്രിപ്സ് കുറേ ആയിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഒരു ടൂറിസ്റ്റ് ട്രിപ്സ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. KSRTC ഒരു 29 ടൂർ പാക്കേജുകളോടെ വീക്കെൻഡ്സിലും ഹോളിഡേയ്സിലും അത് മിക്സ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ നന്നായിട്ട് റീഫർബിഷ് ചെയ്ത ഓർഡിനറി AC ബസ്സും മെജോറിറ്റി റീഫർബിഷ്ഡ് AC ബസ്സുകളാണ്. പിന്നെ പ്രീമിയം വോൾവോ സർവീസ് ഉണ്ട്. പിന്നെ ലോങ് ഹോൾ ഇന്റർസ്റ്റേറ്റ് പ്രീമിയം റൂട്ട്സിലും ബസ്സുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ KSRTC നല്ലൊരു വലിയ ബ്രാൻഡായി തന്നെ നമുക്ക് കാണാം. ഡബിൾ ഡെക്കർ സൈറ്റ് സീയിങ് ബസ്സസ് അതും ഉണ്ട്. മുന്നാറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. മുന്നാറിൽ ഡബിൾ സർവീസിന് തീർച്ചയായിട്ടും ഓരോരുത്തരും പോയിരിക്കണം. തിരുവനന്തപുരത്ത് നോർമൽ പാസഞ്ചർ സർവീസാണ്. തലശ്ശേരിയും കൊച്ചിയും ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി അങ്കമാലി ഭാഗത്ത് നിന്ന് ആ ഭാഗത്തേക്ക് പോകുന്നൊരു സർവീസാണ്. പിന്നെ AEC ഹെറിറ്റേജ് ഡബിൾ ഡെക്കർ ഉണ്ട്, ചാർട്ടറായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അത് നമുക്ക് എന്തെങ്കിലും സിനിമ ഷൂട്ടിനോ അല്ലെങ്കിൽ വല്ല സ്ഥലത്തോ പോവാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രെങ്ത്തിലേക്ക് പോവാം. ഇതിന്റെ സ്ട്രെങ്ത് എന്താന്ന് വെച്ചാൽ ഇത് സ്വന്തമായ ഒരു ബോഡി ബിൽഡിംഗ് യൂണിറ്റ് ഉണ്ട് KSRTCക്ക്. അത് മറ്റ് RTCകളിലോ മറ്റ് സ്റ്റേറ്റ് RTCയിലോ ഒന്നും തന്നെ ഈ നിർമ്മാണ യൂണിറ്റിൽ വളരെ ചുരുക്കം RTC മാത്രമേ. അതിൽ KSRTC പണ്ടേ കേമനാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്നും അത് വളരെ സ്ട്രോങ് ആയ വെഹിക്കിൾ സ്വന്തമായി യൂസിന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു കമേഴ്ഷ്യൽ ഇതുണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു സംവിധാനം നന്നായിട്ടുണ്ട്. പിന്നെ സാങ്കേതിക നവീകരണങ്ങൾ വളരെ ആപ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റിംഗ് സംവിധാനം ആരംഭിച്ചു. അതിലെല്ലാം ഇലക്ട്രോണിക്സ് സിസ്റ്റം വാങ്ങിച്ച്
ആരംഭിച്ചു. പിന്നെ പാസ് കാർഡ് അത് കൊണ്ടുവന്നു. പിന്നെ GPS ട്രാക്കിങ്, ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും വെഹിക്കിൾ എവിടെയാണ് എത്തിയത് അല്ല, അതിൻ്റെ ട്രാക്കിങ്ങും ഏകദേശം വളരെ ഭംഗിയായി പോകുന്നുണ്ട്. പിന്നീട് ഈ ഫെയിം എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫെയിം പദ്ധതി പ്രകാരം ഇലക്ട്രിക് ബസ്സുകൾ പരിഷ്കരിച്ചു. ആദ്യത്തെ RTC ബസ്സുകളിൽ ഒന്നാമത്തെ ബാച്ചാണ് KSRTC. ഇത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ മാനേജ്മെന്റ് വളരെ എഫിഷ്യന്റ് ആണ് KSRTC മാനേജ്മെന്റ്. എന്തോ ചെറിയൊരു മെസ്സേജാണ് ചിലപ്പം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നിയമവിജയം അത് ഏറ്റെടുത്തു. KSRTC, കർണാടക റോഡ് ട്രാൻസ്പോർട്ടും കേരള റോഡ് ട്രാൻസ്പോർട്ടും നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു കോർട്ടിൽ. ആ കോർട്ടിൽ അവൾ വളരെ ഭംഗിയായിട്ട് പ്രൊഫഷണലായിട്ട് കേരളം ജയിച്ചു. KSRTC എന്ന പേര് അത് വീണ്ടെടുത്തു. ആ ആനച്ചിഹ്നവും ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ ആനച്ചിഹ്നവും അത് വെച്ചിട്ട് അത് ട്രേഡ് മാർക്ക് ചെയ്തു. നമുക്ക് മാത്രമേ ഈ KSRTC അതോടുകൂടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്ര വളരെ നല്ല മാനേജ്മെന്റ് ഒരു എടുത്ത് പറയേണ്ട ഒരു നേട്ടമാണിത്. പിന്നെ KSRTC ചെയ്യുന്നത് ഈ ബസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പച്ച ഇന്ധനങ്ങൾ അടങ്ങിയ ബസ്, ഇതെല്ലാം പരിചയപ്പെടുത്തിയ KSRTC തന്നെയാണ്. ഈ ദൗത്യത്തിലാണ് KSRTC നന്നായിട്ട് പങ്കുവച്ചത്. നമുക്കിനി ടേൺ ഓവറിലേക്ക്, ഇതിൻ്റെ നഷ്ടലാഭങ്ങളെ കുറിച്ച് പോവാം. ഈ ടേൺ ഓവർ നമ്മൾ എപ്പോഴും നോക്കണം. ഈ ബസ് സർവീസിൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ആദ്യം ഇയർലി ടേൺ ഓവർ പറയാം. 23-24 ടേൺ ഓവറാണ് എനിക്ക് ഏറ്റവും ലഭിച്ചത്, ഇപ്പോൾ അടുത്ത് കിട്ടിയത്. അത് 3186 ആണ്. 23-24 3186 കിട്ടി. അതിന്റെ പിന്നത്തെ അവസ്ഥയെക്കാട്ടും 47% കൂടിയ ഒരു ടേൺ ഓവറാണ് KSRTC കൈവരിച്ചിരിക്കുന്നത്. അത് KSRTC സ്റ്റാഫിന് തന്നെ ഫുൾ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതിന് മുമ്പത്തെ വർഷം 22-23 തന്നെ 2167 കോടിയേ ഉണ്ടായിട്ടുണ്ടായുള്ളൂ. അതായിരുന്നു അതിൻ്റെ സ്ഥിതി. ഇനി നമുക്ക് ലോസസും പ്രോഫിറ്റബിലിറ്റിയുടെ ട്രെൻഡ്സിലേക്ക് നോക്കാം. അതിന്റെ നെറ്റ് ലോസ് 23-24 1314 ആയിരുന്നു. 1314 ലോസ്. അതിന്റെ പിന്നെ വർഷത്തെ 1490 ആയിരുന്നു. 1491 ആയിരുന്നു അതിന്റെ 22-23. പിന്നെ അത് ശരിക്കും 2 വർഷത്തിനുള്ളിൽ ഒരു 11.85% അത് ലോസ് കട്ട് ചെയ്തിട്ടുണ്ട് മറ്റുള്ള വർഷത്തെക്കാട്ടും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ മൊണോപ്പൊളി ആണെങ്കിലും, റൂട്ട് പല മൊണോപ്പൊളി ആണെങ്കിലും, ഇതിന്റെ സാലറീസും ഫ്യൂവലാണ് ഇതിന്റെ മേജർ ഹേർഡൽ. 63.88% ആണ് ഇതിന്റെ സാലറീസ് കൊടുക്കേണ്ടത്. ബാക്കി 63% നമുക്ക് ഫ്യൂവലിന് വേണം. അപ്പോൾ ഇതിന്റെ ആവറേജ് ഡെയിലി കളക്ഷൻ നമുക്കിപ്പോൾ ഏറ്റവും കുറഞ്ഞത് 573 ആണ് കുറഞ്ഞത്. പിന്നെ ഈ ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ 9 കോടിയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. 5.73 to 9.22 വരെ അതിന് ഡെയിലി കളക്ഷൻ പോകുന്നുണ്ട്. ഈ ഡെയിലി കളക്ഷന് നമുക്ക് അതിനെ ഒരു ഏകദേശം 1 കോടിയോളം ഒരു ദിവസം അവർക്ക് അതിന്റെ ലോണ് തിരിച്ചടക്കാനുണ്ട്, എടുത്ത ലോണ്. പിന്നെ അതിന്റെ പെട്രോളിന്റെ പൈസ. അപ്പോൾ നമുക്ക് സാലറി കൊടുക്കാൻ പൈസ എപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. ആവറേജ് ഡെയിലി കളക്ഷന് 5.73 ഞാൻ പറഞ്ഞല്ലോ. പിന്നെ റെക്കോർഡ് ഹൈ ഈ അമ്പലത്തിലെ ഉത്സവങ്ങളിലും പള്ളിയിലെ ഉത്സവങ്ങളിലൊക്കെ 9 കോടി 9.22 കോടിയിലൊക്കെ പോവാറുണ്ട്, അയ്യപ്പന്റെ സീസണിലും മറ്റും. പിന്നെ KSRTCയുടെ ടേൺ ഓവർ വളർച്ച മികച്ചതാണ്. പക്ഷെ മൂല്യപരമായ ലാഭം കണ്ടെത്താനാകാത്തത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇനി എന്തൊക്കെയാണ് വഴികൾ ഈ സഞ്ചരിക്കുന്ന തറവാടിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇതെൻ്റെ ഒരു 1.5 മാസത്തെ ഒരു ഹോംവർക്കാണ്. എങ്ങനെയാണ് നമ്മൾ ഈ KSRTCനെ പിന്നെ ഇതിനെ കരകയറ്റുന്നത് എങ്ങനെയാണ്, ഈ തറവാട് എങ്ങനെയാണ് ഒന്ന് ശരിയാക്കി കൊണ്ടുവരുന്നതെന്നില്ല. പിന്നെ സുഖമായ ലാഭത്തിലേക്ക് പോകാൻ കുറച്ച് മാർഗരേഖകൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 2025 തൊട്ടിട്ട് 2028 ഒരു 3 വർഷം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. 2025 ഇലക്ട്രിക് ബസ്സുകളുടെ വിപുലീകരണം, ഇത് 2025 കൂടെ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ബസ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ KSRTC സ്വിഫ്റ്റ് മോഡലിന്റെ വ്യാപനം, കൂടുതൽ സ്വിഫ്റ്റ് ബസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വളരെ സ്ട്രോങ് ബസ്സാണ്, വളരെ ഫാസ്റ്റ് ആണ്, പുതിയ ബസ്സുകളാണ്. പിന്നെ ഈ ബസ്സിന്റെ പൈലറ്റ് ഫ്ലീറ്റ് കൂട്ടണം. അതിന് ഒരു 80% വരെ അതിന്റെ യൂട്ടിലൈസേഷൻ ചെയ്യാൻ പറ്റും ഈ ബസ്സുകൾ. പിന്നെ 30% പുതിയ ഇലക്ട്രിക് ബസ്സുകൾ 2026 വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ആദ്യത്തെക്കാട്ടും കൂടുതൽ. പിന്നെ സർവീസ് പങ്ക്ച്വാലിറ്റി 85% വരെ ആവണം.
എന്നാൽ മാത്രമാണ് ആളുകൾ വിശ്വസിക്കുള്ളൂ. IT ഫീൽഡിലെ ആളുകൾ സമയാസമയങ്ങളിൽ എത്തേണ്ടതാണ്. ഇതൊക്കെയാണ് നമുക്ക് ലാഭത്തിലേക്ക് പോകാനുള്ള പോംവഴി. ഇത് എങ്ങനെ നമ്മൾ എത്തുമെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. KSRT ബസ്സുകളിൽ വിവിധ ജില്ലകളിലെ നഗരപ്രവേശങ്ങൾ ഒഴിവാക്കണം കംപ്ലീറ്റ്. ഈ വലിയ ലോങ് റൂട്ടിലോടുന്ന എല്ലാ സൂപ്പർ ഫാസ്റ്റ് ബസ്സും മുഖ്യ ഹൈവേകളിലും ബൈപ്പാസുകളും വഴി പോകാൻ സ്ട്രിക്റ്റ് തീരുമാനങ്ങൾ മാനേജ്മെന്റ് കൈക്കൊള്ളണം. എല്ലാ സ്പീഡ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും ഫസ്റ്റ് ഉള്ളിലേക്ക് സിറ്റിയിൽ ടച്ച് ചെയ്യാനേ പാടില്ല. അതിന് നിർദ്ദിഷ്ട എൻട്രി പോയിന്റുകൾ വേണം. ആ എൻട്രി പോയിന്റ്, ഉദാഹരണത്തിന് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ഒരു ബസ് എറണാകുളത്തേക്ക് പോകാമെന്ന് വിചാരിച്ചോളൂ. കോയമ്പത്തൂരിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പാലക്കാട് ഔട്ട്സ്കേർട്സിൽ പോയിട്ട് അത് ഡ്രോപ്പ് ചെയ്യണം. ഉള്ളിൽ സിറ്റിയിൽ പോകരുത്. അതുകൊണ്ട് നമുക്ക് ഇന്ധനം ലാഭിക്കാം, സമയം ലാഭിക്കാം, പങ്ക്ച്വാലിറ്റിയിലേക്ക് പോവാം, പ്രോഫിറ്റിലേക്കുള്ള വഴി അങ്ങനെ കാണും. അങ്ങനെ അത് പാലക്കാട് എൻട്രി ചെയ്യാതെ നേരെ തൃശ്ശൂർ ബൈപ്പാസിൽ പോയി അത് ഇവിടെ നിൽക്കണം. ആ തൃശ്ശൂർ ബൈപ്പാസിൽ നിന്ന് കഴിഞ്ഞാൽ അത് ഉള്ളിൽ കയറരുത്, അത് പിന്നെയും വീണ്ടും പോവാം. അപ്പൊ ഇതൊക്കെ നമുക്ക് അത് നേരെ പിന്നെ ചാലക്കുടിന്റെ ഔട്ട്സ്കേർട്സിൽ പോയി നിൽക്കുക, അവിടുന്ന് പിന്നെയും പോവാം. അങ്ങനെ ആലുവ ടച്ച് ചെയ്യാതെ, പിന്നെ അതേപോലെ നേരിട്ട് ബൈപ്പാസ് വഴി എറണാകുളത്തിൽ എത്തിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ രണ്ട് വഴിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു വണ്ടർഫുൾ മിനിസ്റ്റർ ഉണ്ട്. ഈ മിനിസ്റ്റർക്ക് ഞാൻ ഇതൊരു ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിചാരിച്ചാൽ തീർച്ചയായിട്ടും അയാൾ ഒരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഞാൻ എന്തായാലും അയാൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇതൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാൽ ഇതെടുക്കാം. ഈ കേരളത്തിലെ പ്രധാന ബൈപ്പാസ് എൻട്രി പോയിന്റ് ടൗൺ പ്രവേശം ഒഴിവാക്കുന്ന മാർഗങ്ങളാണ് ഞാൻ നിർദ്ദേശിച്ചത്. ഇത് കൊച്ചി NH66 ബൈപ്പാസ്. ഞാൻ ഈ എക്സ്റ്റൻസീവ് റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഞാനും എൻ്റെ 5-6 സുഹൃത്തുക്കൾ, അതിൻ്റെ പേരിൽ ഞാൻ ലാസ്റ്റിൽ വെളിപ്പെടുത്താം. പിന്നെ എടപ്പള്ളി, വൈറ്റില, കുണ്ടന്നൂർ, അരൂർ, കൊച്ചി, ഇത് പൂർണ്ണമായും നേരെ ഉള്ളിലേക്കൊന്നും പ്രവേശിക്കാതെ പൂർണ്ണമായി ഒഴിവാക്കുന്നു. അപ്പോൾ എന്താ, നമുക്ക് ഇത് ഫുൾ സ്പീഡിൽ പങ്ക്ച്വാലിറ്റി എത്താൻ പറ്റും, പ്രോഫിറ്റിലേക്ക്. ഒരുപാട് സിറ്റിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് എനർജി വേസ്റ്റ് ആണ്, ഫ്യൂവൽ വേസ്റ്റ് ആണ്. അപ്പം നമുക്കിത് ഡയറക്റ്റ് പോകാൻ പറ്റും. പിന്നെ കൊച്ചി ന്യൂ ബൈപ്പാസ്, അങ്കമാലി, കുണ്ടന്നൂർ, അതൊക്കെ വളരെ പുതിയ ഒരു മെത്തേഡാണ്. അതൊക്കെ കുണ്ടന്നൂർ, കൊച്ചി നഗരം, ചെറിയ ടൗണ് പ്രവേശനം ഒഴിവാക്കുന്നു. പിന്നെ ആലപ്പുഴ ബൈപ്പാസ്, ഇത് മൂന്നാമത്തെ ആലപ്പുഴ ബൈപ്പാസ് ആണ്. ഈ ആലപ്പുഴ ബൈപ്പാസ് കലൂർ റോഡ്, പിന്നെ കമ്മാടി, NH66, ആലപ്പുഴ ടൗൺ സെന്റർ പൂർണ്ണമായും ഒഴിവാക്കുന്നു. നേരിട്ട് ഇത് ബൈപ്പാസ് വഴി നേരെ ഇത് കടന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. പിന്നെ കൊല്ലം ബൈപ്പാസ് ടച്ച് ചെയ്യാതെ ബൈപ്പാസുകൾ ബൈപ്പാസ് ചെയ്തിട്ട് കൊല്ലം ടൗണ് കടക്കാതെ തന്നെ NH66 വഴി നേരിട്ട് പോകണം. ഇതിങ്ങനെ സർവീസ് നടത്തിയാൽ പങ്ക്ച്വാലിറ്റി വളരെ പക്കയായിട്ട് പോകാൻ പറ്റും. പിന്നെ കൊടുങ്ങല്ലൂറും പിന്നെ വാടാൻപള്ളി പോലുള്ള NH66 ബൈപ്പാസ് അതും യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ പറഞ്ഞ പോലെ ഇത് നമുക്ക് പങ്ക്ച്വാലിറ്റിക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ കൊടുങ്ങല്ലൂർ, വാടാൻപള്ളി, തളിപ്പറമ്പ്, കണ്ണൂർ ബൈപ്പാസ് എന്നിവ NH66 മാക്സിമം യൂസ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഈ സൂപ്പർ ഫാസ്റ്റിന്റെ യഥാർത്ഥ ഇത് മാക്സിമം നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് സംഗ്രഹിക്കാം. ഒരു എൻട്രി പോയിന്റിന്റെ ബൈപ്പാസിന്റെ ഇത് കൊടുത്തിട്ട്, എൻട്രി പോയിന്റ് ടൗൺ അവോയ്ഡ് ചെയ്യുക വയ ബൈപ്പാസ് ഹൈവേ BSP ആക്കുക. പിന്നെ പാലക്കാട് സിറ്റിയിൽ NH544 ബൈപ്പാസ് യൂസ് ചെയ്യുക. തൃശ്ശൂർ ടൗണിൽ NH544 ബൈപ്പാസ് വയ എടപ്പള്ളി റൂട്ട് എടുക്കുക. ചാലക്കുടി KSRTC ബൈപ്പാസ് അവോയ്ഡ് ചെയ്യുക. അങ്കമാലി അവോയ്ഡ് ചെയ്യുക. അങ്കമാലിയിൽ പുറത്ത് മാത്രം നിൽക്കുക. അങ്കമാലിയിൽ ഉള്ളിൽ കയറാം, കാരണം ചെറിയൊരു ഇതേ ഉള്ളൂ, അതിന് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ അങ്കമാലി, കുണ്ടന്നൂർ, പിന്നെ ആലുവ NH66 ബൈപ്പാസ് എടപ്പള്ളി, പിന്നെ കൊച്ചി സിറ്റിയിലേക്ക് NH66 ബൈപ്പാസ്, ആലപ്പുഴ NH66 ബൈപ്പാസ്, കൊല്ലം സിറ്റി NH66 ബൈപ്പാസ്, തിരുവനന്തപുരം ടൗൺ SH1 NH66 ബൈപ്പാസ്. ഇതൊക്കെ നമ്മുടെ എൻട്രി പോയിന്റ് ആണ്. പിന്നെ കൊടുങ്ങല്ലൂർ, വാടാനപ്പള്ളി NH66,
ബൈപ്പാസ്, ഇതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായും വാഹനങ്ങൾ സെൻട്രിക് ആയിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പങ്ക്ച്വാലിറ്റി വിശ്വസ്തത വീണ്ടും വർദ്ധിക്കും. ശരിയായ ആന വണ്ടിയായി മാറും. പുതിയ ബസ്സുകൾ പിന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ടൂറിസ്റ്റ് സംരംഭങ്ങൾ തീർച്ചയായിട്ടും നന്നായിട്ട് KTDCയും കേരള ടൂറിസവുമായിട്ട് ഇടപഴകി അവരായിട്ട് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി അതുമായിട്ടൊരു നല്ലൊരു ഡോക്യുമെന്റേഷൻ ചെയ്ത് എന്നാലേ സുതാര്യമായ സേവനം ഉറപ്പാക്കി മൂലധനം നഷ്ടത്തിൽ നിന്ന് നമുക്ക് ലാഭത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. തീർച്ചയായിട്ടും ഈ KSRTC ഇത് വരവ് കൂട്ടാൻ നോക്കണം. അതിൽ ഇപ്പം ഏർജൻ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഏറ്റവും അർജൻ്റായിട്ട് ചെയ്യേണ്ട 2-3 ഇമ്മീഡിയറ്റ് പോയിന്റ്. ഞാനിപ്പോൾ ഇന്ത്യ മൊത്തം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് എയർ കണ്ടീഷൻ ബസ്, സാധാരണ എയർ കണ്ടീഷൻ ബസ് അത് റീഫർബിഷ് ചെയ്താലും മതി നമുക്ക് എക്സിസ്റ്റ്. അത് സൂപ്പർ ഫാസ്റ്റിന്റെ എല്ലാ റൂട്ടുകളിലും അത് കമ്പൽസറി ആയിട്ട് ഉടൻ തന്നെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഫിക്സ്ഡ് കസ്റ്റമർ എന്തായാലും ഉണ്ട്. അതേപോലെ ഈ ഹൈവേ ബൈപ്പാസ് ചെയ്യണം, ഹൈവേന്റെ സിറ്റിനുള്ളിൽ കടക്കരുത്. അങ്ങനെ ഒരു ഇംപ്ലിമെന്റേഷൻ ഇമ്മീഡിയറ്റ്ലി കൊണ്ടുവരാണെങ്കിൽ ഈ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ പെട്രോൾ ഒരുപാട് ലാഭിക്കാൻ പറ്റും, നമുക്ക് പിന്നെ ഇത് ലാഭിക്കാൻ പറ്റും. പിന്നെ പങ്ക്ച്വാലിറ്റി 80% കുറവാണെന്നാണ് ഞാൻ ഒരുപാട് IT പീപ്പിൾ ഉണ്ട്. ഇപ്പൊ ഈ ഗരുഡ പോലത്തെ സർവീസിലൊക്കെ പ്രത്യേകിച്ച് ഇവിടുന്ന് ബാംഗ്ലൂർ പോകുന്നത്, തിരുവനന്തപുരം പോകുന്നത്, അവർക്കൊക്കെ ഇതിന്റെ ബുക്ക് ചെയ്താൽ ആ സമയത്ത് ബസ് അവിടെ എത്തിയിട്ടില്ല, ബസ് അവിടെ എത്തിയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വന്തം കുട്ടികൾ, സ്വന്തം മലയാളീസ് തന്നെ നമ്മളെ ഈ ഗരുഡ ഇതുപോലത്തെ KSRTC ലക്ഷറി ബസ് എടുക്കുമ്പോൾ നമുക്ക് നമ്മളെ കുട്ടികളിൽ നിന്നും അതിനകത്ത് ഇപ്പൊ അവരെന്താ ചെയ്യുന്നത്, എല്ലാം പ്രൈവറ്റ് ബസ്സുകളിലാണ് സിറ്റിയിലൊക്കെ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ടൈമിങ് പഞ്ച്വാലിറ്റിയും പക്കയായി കഴിഞ്ഞാൽ നമുക്ക് കാസർഗോഡ് തൊട്ടിട്ട് തിരുവനന്തപുരം, അതേപോലെ തമിഴ്നാട് ഏരിയയിലേക്കും കർണാടക ഏരിയയിലേക്കും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു കമ്പാരിസൺ ചെയ്യാം. KSRTC ശക്തമായ ഫ്ലീറ്റും സ്ലീപ്പർ ബസ്സുകളും കെമിക്കൽ ടോയ്ലറ്റ് ആൻഡ് AC ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ മികച്ച മൂല്യ സേവനങ്ങളാണ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു ശക്തമായ ഒരു റിട്ടേൺസ് നമുക്ക് എന്തായാലും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദുബായ്, യൂറോപ്പ്, അതേപോലെ മറ്റുള്ള US എന്നീ സ്ഥലങ്ങളിലൊക്കെ, സിംഗപ്പൂർ ഭംഗിയായിട്ട് ലക്ഷറി ബസ്സസ് എല്ലാം വളരെ ഫ്രീ ആയിട്ട് നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ അങ്ങനെ ചിന്തിച്ചുകൂടോ? കാരണം നമുക്ക് നല്ല റോഡുകളുണ്ട്. KSRTCക്ക് ഈ റോഡുകൾ ഉപയോഗിച്ചിട്ട് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഈ സർവീസുകൾ ഉപയോഗിക്കാൻ പറ്റും. ടൂറിസമായിട്ടുള്ള മെയിൻ കണക്ട് വരും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഫെയർ, അത് പീക്ക് ആകുമ്പോഴത്തേക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലുള്ളൊരു സർവീസ് ഒരു വലിയ ഒരു ബ്ലെസ്സിങ് ആയി മാറും ടൂറിസത്തിനും, പിന്നെ KSRTCക്കും, ഇതിന്റെ കസ്റ്റമേഴ്സിനും. അപ്പൊ ഇത് 3 തരത്തിലും ഒരു വിൻ സിറ്റുവേഷനാണ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ നല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫിനൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചെറിയൊരു ട്രെയിനിങ് പോലെ നമുക്ക് ഇവരെല്ലാം കൊടുക്കേണ്ടി വരും. കാരണം അതിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നല്ല ഇതൊക്കെ കേറ്ററിംഗ് എല്ലാം പഠിച്ചിട്ടുള്ള, കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള അവരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്ന് ടൂറിസത്തിന്റെ ഒരു ചാനലിൽ കൂടെ എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് KSRTCയിൽ ഇവർക്ക് സർവീസ് ഓഫർ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഒരു ഡീറ്റെയിൽ കമ്പാരിസൺ ചാർട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. KSRTC ലക്ഷറിയിൽ ഈ ഫ്ലീറ്റിൽ എന്തൊക്കെയാണ് പ്രീമിയം സർവീസ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് ദുബായിൽ, US, യൂറോപ്പ്, സിംഗപ്പൂർ എന്നീ സ്ഥലങ്ങളിലൊക്കെ നല്ല സർവീസ് ഉണ്ട്. അതിനുണ്ടല്ലോ വോൾവോ ഫ്ലീറ്റ് 9400 XL വളരെ വണ്ടർഫുൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ജേർണിയാണ്. സ്കാനിയ, മെട്രോലിങ്ക്, മെർസിഡസ് എക്സൽ ഡബിൾ ആക്സൽ വണ്ടി, അതേപോലെ വൈഫൈ, AC, എന്റർടൈൻമെന്റ്, ഹോംസ്, ഫുഡ്, അങ്ങനെ നല്ല സർവീസുകളിൽ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് തീർച്ചയായിട്ടും യൂറോപ്യൻ മാർക്കറ്റായിട്ട് നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ഡബിൾ ഡെക്കർ ബസ്സസ് എവിടെയൊക്കെ ആവശ്യമാണ്, ഇപ്പോൾ ഹൈ എൻഡ് ഡബിൾ ഡെക്കേഴ്സ്, ലെതർ സീറ്റുള്ള ബസ്സസ്, പിന്നെ ഇൻഡിവിജ്വൽ സ്ക്രീൻസ് ഉള്ളത്, മൂവീസ് ഒക്കെ കാണാൻ പറ്റുന്നതിലുള്ള ഇത്, പിന്നെ അതുപോലെ സോക്കറ്റ് ചാർജർ, അങ്ങനെയുള്ള പല ലേറ്റസ്റ്റ് ഇതും നമുക്ക് KSRTCക്ക് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ടൂറിസം ബേസ്ഡ് ആയിട്ട് ഇൻഡസ്ട്രി ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരള. അപ്പം നമുക്ക് ഇതുപോലുള്ള ഏരിയാസിലാണ് നമുക്ക് വളരാൻ പറ്റുക. അതിനുള്ള എല്ലാ കംഫർട്ടും നമ്മുടെ അടുത്തുണ്ട്, അതിനുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, റെഡി കസ്റ്റമേഴ്സ് ഉണ്ട്. അതേപോലെ നമുക്ക് ജോലി ആവശ്യമാണ്, നമുക്ക് ബസ്സസിന് ലാഭകരമായി നടത്തേണ്ട ആവശ്യമാണ്. കാരണം നമ്മുടെ സ്റ്റേറ്റിന് വരുമാനം തീർച്ചയായിട്ടും ഇതുപോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആൽക്കഹോൾ കൂടെ എൻ്റെ അഭിപ്രായത്തിൽ ചില കാറ്റഗറിയിലൊക്കെ ആൽക്കഹോൾ ചിലപ്പം വേണ്ടി വരുമായിരിക്കാം. അതൊക്കെ ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ചിട്ട് അവർക്ക് നമുക്ക് കാറ്റർ ചെയ്യാൻ പറ്റും. ദുബായിലൊക്കെ അവർ ഇവന്റ്സിന് ചാർട്ടർ ചെയ്യുന്നുണ്ട്, അതുപോലെ നമുക്ക് അതും ചാർട്ടർ ചെയ്യാൻ പറ്റും, ഈ ലക്ഷറി ലൈനേഴ്സ് പോലത്തെ നല്ല ബസ്സസ് എല്ലാം. പക്ഷെ ഇതിനൊക്കെ തന്നെ നമുക്ക് നല്ലൊരു ടൈപ്പ് വേണം. ഈ സർവീസ് പ്രൊവൈഡേഴ്സിന് വേണമെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ സർവീസിനും നമുക്ക് എല്ലാം സ്വന്തമായി ചെയ്യാൻ പറ്റുമെന്നോ നമുക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല. അതേപോലെ ഇതിൻ്റെ റേറ്റ്സ്, ഈ ഇന്റർനാഷണൽ റേറ്റ്സിലൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പറേഷൻ സ്കെയിൽസ്, അതായത് ഞാൻ പറഞ്ഞില്ല, വോൾവോ, സ്കാനിയ, മെഴ്സിഡസ് ലക്ഷറി ബസ്സസ്, ഫ്ലീറ്റ് 8300, അങ്ങനെ ടോട്ടൽ ഇങ്ങനത്തെ നല്ല ഹൈ എൻഡ് വെഹിക്കിൾ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഇത് കാറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള സർവീസുകൾ തീർച്ചയായിട്ടും KSRTC കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റെസ്പോൺസ് ആയിരിക്കും. ഗണേഷ് സാറിന് തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മന്ത്രിജിയാണ് നമുക്കുള്ളത്. അപ്പം ഇതിന് സെൻട്രൽ ഗവൺമെന്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെന്റും ടൂറിസത്തിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ഇപ്രാവശ്യം നല്ലൊരു എമൗണ്ട് ടൂറിസത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൂറിസമായിട്ടും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ KSRTCയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഫണ്ടും അവൈലബിൾ ആയിരിക്കാം. അത് കറക്റ്റായിട്ട് ഗണേഷ് സാറിൻ്റെ ഈ ഒരു നേതൃത്വത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു ഏരിയ, ഒരു നിഷ് ഏരിയ കേരള ടൂറിസത്തിനും KSRTCക്കും ചേർന്ന് ചെയ്യാൻ പറ്റുന്ന ആണ് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ വീണ്ടും വേറൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള ടൂറിസം, KSRTC, KTDC ഈ 3 ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഒന്നിച്ചു കൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ വണ്ടർ. ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് എല്ലാ ആംഗിൾസും ചേർന്ന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചെയ്യാണ്. താങ്ക് യു. ഹർഷജിത്ത് സൈനിങ് ഓഫ്.